ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ജോർജ് സോറോസിന്റെ മകൻ ബംഗ്ലാദേശിലേക്ക് വണ്ടി കയറിയത്. വേണ്ട സഹായങ്ങൾ എല്ലാം തന്നെ നൽകിക്കോളാം എന്ന വാഗ്ദാനമാണ് ബംഗ്ലാദേശിന് മുന്നിൽ ജോർജ് സോറോസിന്റെ അരുമപുത്രൻ മുന്നോട്ട് വെച്ചത്. ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായവുമായി ജോർജ് സോറോസിന്റെ മകൻ എത്തിയതിൽ ഇന്ത്യ പേടിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നതും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിനുള്ള അമേരിക്കൻ സർക്കാരിന്റെ സഹായം നിർത്തലാക്കിയത് പ്രഖ്യാപിച്ച ഉടനെയാണ് അലക്സ് സോറോസ് ധനസഹായ വാഗ്ദാനവുമായി മുഹമ്മദ് യൂനസിനെ കാണാൻ എത്തിയതും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അദ്ദേഹം എത്തിയത്. ദൈനംദിനമെന്നോണം ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ഇന്ത്യക്കെതിരെ യുദ്ധ ആഹ്വാനം നടത്തുകയും പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിക്കുകയും ചെയ്യുകയാണ് മുഹമ്മദ് യൂനസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒന്ന് കരുതിയിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇപ്പോൾ സോറോസിന്റെ മകന്റെ വരവോടെ തന്നെ ഇന്ത്യ കൂടുതൽ പ്രതിരോധം തീർക്കണമെന്നതാണ് മറ്റൊരു വസ്തുത. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന NGO സംഘടനയുടെ പേരിൽ ധനസഹായം നൽകലാണ് അലക്സ് സോറോസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനസിനെ കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയ സംഘടനയാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്നും അതനുസരിച്ചില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ നടപടിയെടുക്കുമെന്ന് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡനം അനുഭവിക്കുന്നുവെന്ന ഇന്ത്യയുടെ പ്രസ്താവന തള്ളിക്കളയിലെ മുഹമ്മദ് യൂനസ് തൊഴിലാക്കിയിരുന്നു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുവെന്ന് വരെ ഭീഷണി ഉയർത്തിയ അതിലേക്ക് മുഹമ്മദ് യൂനസ് എത്തുകയും, പക്ഷേ ഇതൊന്നും തന്നെ മുഹമ്മദ് യൂനസ് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന പ്രസ്താവനയല്ല. അദ്ദേഹത്തെ കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമായി നിഗൂഢ ശക്തികൾ പറയിപ്പിക്കുന്നതാണ്. ഇക്കൂട്ടത്തിൽ ജോർജ് സോറോസും കൂട്ടരുമുണ്ട്. ട്രംപ് സർക്കാരിനെ പോലും വെല്ലുവിളിച്ചാണ് ജോർജ് സോറോസിന്റെ NGO സംഘടന മുഹമ്മദ് യൂനസിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നത് അർത്ഥം. ട്രംപുമായി ഇക്കാര്യത്തിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തന്നെ ജോർജ് സോറോസ് തയ്യാറെടുക്കുന്നു എന്നതാണ് വാസ്തവം. ജോർജ് സോറോസിന് അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഉന്നതരായ പല നേതാക്കളുടെയും പിന്തുണയുണ്ട്. അതിൽ മുൻ US പ്രസിഡന്റായ ബിൽ ക്ലിന്റണും ഹിലരി ക്ലിന്റണും ഒബാമയും വരെയുണ്ട്. മുഹമ്മദ് യൂനസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷെയ്ഖ് ഹസീന ഭരണത്തെ അട്ടിമറിച്ച സംഭവത്തെ അലക്സ് സോറോസ് പ്രശംസിച്ചു. ഇതിനർത്ഥം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ആസൂത്രിത നീക്കത്തിലൂടെ നടത്തിയ കലാപത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചതിനെ വാഴ്ത്തുകയാണ് സോറോസിന്റെ സംഘടന എന്നതാണ് അർത്ഥം വയ്ക്കുന്നത്. സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ റോഹിംഗ്യരുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവയും ചർച്ചാ വിഷയമായി എന്ന് മുഹമ്മദ് യൂനസിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നിവ വളർത്തുന്നത് എന്ന ഓമന പേരിൽ പ്രവർത്തിക്കുന്ന ഇത്തരം NGO സംഘടനകളുടെ യഥാർത്ഥ ലക്ഷ്യം അവർക്കിഷ്ടമല്ലാത്ത ഭരണത്തെ എന്ത് പ്രേരണയാലും അല്ലെങ്കിൽ എന്തിന്റെ പേരിലായാലും അട്ടിമറിക്കുക എന്നത് തന്നെയാണ്. ജോർജ് സോറോസിന്റെ ഈ ഉത്സാഹം വിരൽ ചൂണ്ടുന്നത് അധികം വൈകാതെ തന്നെ അതിശക്തമായ എന്തെങ്കിലും ഇന്ത്യ വിരുദ്ധ നീക്കം ഉണ്ടാകുമെന്നതിലേക്ക് തന്നെയാണ്. ചില വിദഗ്ധർ ഒരു താക്കീതും നൽകുന്നുണ്ട്. റിപ്പബ്ലിക് ചാനൽ മേധാവിയായ അർണബ് ഗോസ്വാമി ഇതോടെയാണ് ബംഗ്ലാദേശ് മോഡലിലുള്ള കലാപം ഇന്ത്യയിലും ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മേൽ ഒരു കണ്ണു വേണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പാവയായ രാഹുൽ ഗാന്ധി അക്രമം, തീവെപ്പ്, അരാജകത്വം ഇവ സൃഷ്ടിച്ചേക്കാമെന്നും അർണബ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മുഹമ്മദ് യൂനസിന് സാമ്പത്തിക സഹായം എത്തിക്കാൻ ജോർജ് സോറോസിന്റെ സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ പിന്തുണ ഡീപ് സ്റ്റേറ്റിൻ്റെതായി ഉണ്ടായേക്കുമെന്നതാണ് ആശങ്ക. ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ ഉൾപ്പെടെ അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി NGO സംഘടനകൾ മുഹമ്മദ് യൂനസിനെ പിന്തുണയ്ക്കുന്നവരായി ഉണ്ട്. ജോർജ് സോറോസിന്റെ മകൻ അലക്സ് സോറോസ് മുഹമ്മദ് യൂനസുമായി മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തിയതായും പുറത്തുവരുന്ന വീഡിയോകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് സൈന്യത്തിന്റെ പിന്തുണയുള്ള ഒരു പാവ സർക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ഇത്തരം പാവ സർക്കാരുകളെ സൃഷ്ടിക്കുക വഴി ധാരാളം പണവും കോടികളുടെ കരാറുകളും തട്ടിയെടുക്കാമെന്നതാണ് അട്ടിമറിക്ക് സഹായിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ലാഭം. എന്തായാലും ബംഗ്ലാദേശ് ഇപ്പോൾ ട്രംപും സോറോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ വേദിയിലായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, മുഹമ്മദ് യൂനസും സോറോസും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ വ്യക്തിപരമായി അടുത്ത ബന്ധമുണ്ട്. 2020 രാഹുൽ ഗാന്ധി മുഹമ്മദ് യൂനസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കോവിഡിന് ശേഷമുള്ള ലോകത്തെ പുനർനിർമ്മിക്കേണ്ടത് എന്ന കാര്യമാണ് ഇരുവരും അന്ന് ചർച്ച ചെയ്തത്. പക്ഷേ ഇരുവരുടെയും ലക്ഷ്യം ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ഭരണമാറ്റമാണ്. അതിൽ ബംഗ്ലാദേശിലെ ഭരണമാറ്റം സാധ്യമായി. മുഹമ്മദ് യൂനസ് തന്റെ ദൗത്യം വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ ഭരണമാറ്റമാണ് അവശേഷിക്കുന്നത്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരിക്കുന്നു. ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് ഭാരത് ജോഡോ യാത്ര എന്ന പദ്ധതി തന്നെ രൂപകൽപ്പന ചെയ്തതെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്.
ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായി സലിൻ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് അവരെ അനുഗമിച്ച് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ തോൽപ്പിക്കുക എന്നതായിരുന്നു ജോർജ് സോറോസിന്റെയും എൻജിഒയുടെയും ലക്ഷ്യം. അത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഇതിനായി ഇന്ത്യൻ പ്രവർത്തിക്കുന്ന US-ൽ നിന്നുള്ള NGO സംഘടനകൾ മുഴുവൻ തന്നെ കൈകോർക്കുകയും ചെയ്തിരുന്നു. എല്ലാത്തരം വൃത്തികെട്ട അജണ്ടകളും ഈ NGO-കൾ പയറ്റിയിരുന്നു. എന്നാൽ മോദിയുടെ ജനപിന്തുണയ്ക്ക് ശക്തമായ അനുകൂലമായ ജനവധി ഉണ്ടായി. ഗാന്ധി കുടുംബം നാണം കെടുകയും ചെയ്തു. പക്ഷേ ജോർജ് സോറോസും NGO-കളും വിട്ടുകൊടുത്തെന്ന് വരില്ല. ഒരു കളിയിൽ പരാജയപ്പെട്ടാൽ അവർ അടുത്ത കളി കളിക്കും. ഒടുവിൽ അവരുടെ ഗൂഢപദ്ധതി ലക്ഷ്യം കാണുന്നതുവരെ അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സിറിയയിൽ ബാഷർ അൽ ആസാദിനെ രക്ഷിക്കാൻ റഷ്യ ശ്രമിച്ചിട്ടും സാധ്യമായില്ല. എത്രയോ പരിശ്രമങ്ങൾക്ക് ശേഷം സിറിയയിലേക്കുള്ള തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളെ കൂട്ടുപിടിച്ചാണ് അവർ ഭരണം അട്ടിമറിച്ചത്. കഴിഞ്ഞ ദിവസം പോലും ഖലിസ്ഥാൻ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നുവിനെതിരെ ഉയർന്ന ഒരു ആരോപണം ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യൻ സേനയിലെ സിഖുകാരെ മുഴുവൻ സർക്കാരിനെതിരെ തിരിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നാണ് അറിയുന്നത്. അതായത് എവിടെയൊക്കെ ഇന്ത്യയെ വിഭജിക്കാമോ അതിനാണ് ഈ NGO സംഘടനകൾ ശ്രമിക്കുന്നത്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രയോഗിച്ച ഭിന്നിപ്പിച്ച് അധികാരം കൈപിടിക്കാൻ അല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കുന്ന എന്ന പഴയ തന്ത്രം തന്നെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യയിൽ അധികാരം തിരിച്ചു പിടിക്കാനാവില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതിനാൽ തന്നെയാണ് കലാപത്തിന്റെയും അട്ടിമറിയുടെ വഴികൾ അന്വേഷിക്കുന്നതും. അതിനായി എല്ലാ കലാപശേഷികളെയുള്ള സംഘടനകളെയും ഇവർ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ US സന്ദർശന വേളയിൽ ഖലിസ്ഥാൻ സംഘടനയെ പിന്തുണച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ നേരെ ചൊവ്വെ പ്രവർത്തിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ഇവരുടെ ഗൂഢ അജണ്ടയ്ക്ക് ആയിരുന്നു. അതിന്റെ ഭാഗമായാണ് നീറ്റ് പരീക്ഷ ഒരു പ്രവേശന പരീക്ഷയിലെ പരീക്ഷാ പേപ്പർ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദം. ഉടനെ തന്നെ CBI അന്വേഷണം നടത്തിയപ്പോഴാണ് വലിയൊരു സംഘമാണ് പേപ്പർ ചോർത്തിയതിന് പിന്നിലെന്ന് തെളിയുകയും ചെയ്തിരുന്നു. നീറ്റ് പരീക്ഷാ വിവാദത്തിന്റെ പേരിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ തന്നെ നിരവധി കോച്ചിംഗ് സെന്ററുകൾ വരെ അസാധാരണ വേഗത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചതെല്ലാം തന്നെ ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് എന്ന രഹസ്യ ഏജൻസികൾ നൽകിയ സൂചനയുടെ ഫലമാണ്. ഇക്കാര്യങ്ങൾ അന്വേഷണ പരിധിയിലാണ്. എന്തായാലും നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഗൂഢാലോചന CBI പൊളിച്ചതോടെയാണ് ദേശീയ തലത്തിൽ തന്നെ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പേരിൽ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് അതിൽ നിന്നും അതിവേഗം തന്നെ പിന്മാറിയതും ഈ ഗൂഢാലോചന വെളിപ്പെടുത്തിയതും. ഇതിനെ ഇന്ത്യ വിഭജിക്കാൻ എത്രയോ ഗൂഢപദ്ധതികൾ നടക്കുകയാണ്. എന്തായാലും ഇനി ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ നടന്ന പല ഭരണ അട്ടിമറികൾക്ക് പിന്നിലും ജോർജ് സോറോസിന്റെ അദൃശ്യ കൈകൾ ഉണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.